എന്തിനമ്മ അങ്ങനെയൊക്കെ സംസാരിച്ചത്? ഇതമിണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആവശ്യത്തിന് പ്രശ്നമുണ്ട്. ചേച്ചിയാണ് കൂടെ നിന്ന് എത്ര സമയം? കൂടെ നിന്നിട്ട് അവള് കാല് വിട്ടു. എന്തോടെ നീക്കണ? അവരെന്നെ പുറത്താക്കി. പുറത്താക്കി? എന്ത് കാര്യം? എന്ത് അവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം? അവർക്ക് എന്നെ വിശ്വാസമില്ലാന്ന്. എങ്ങനെ വിശ്വസിക്കും? എനിക്ക് വിശ്വാസമില്ല. എപ്പോഴും അവരെ പാലയം വെച്ച് കുതിര മുറിച്ച് നടക്കുമ്പോൾ ആർക്കായാലും വിശ്വാസം വരുന്നില്ല. എന്താ തീരുമാനിക്കുന്നത്? എന്റെ പൊന്നു മുത്തണ്ണ, ഞാനൊന്നും ഉദ്ദേശം വെച്ചിട്ടൊന്നും അല്ല. അവള് കിടന്ന് കരയുന്നു, അങ്ങനെ ഒരു ബാങ്കിന്റെ കേസിൽ കിടന്നിട്ട് ബുദ്ധിമുട്ടുന്നു എന്ന് കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി, അവളുടെ കൂടെ നിൽക്കണം തോന്നി. അതല്ലാതെ വേറെ ഉദ്ദേശങ്ങളൊന്നും എനിക്കില്ല. എന്തോ തീരുമാനിച്ചു? എന്ത് തീരുമാനം? എന്തോ തീരുമാനിച്ചപ്പോ എന്തോ ഒന്ന് നല്ല രീതിയിലൊന്ന് കൂടെ നിൽക്കാന്ന് പറഞ്ഞ ഒരു മനുഷ്യർക്ക് വിശ്വാസവും ഇല്ല. ആരും ലക്ഷ്മിക്ക് അതൊന്നും മാറാൻ പറ്റത്തില്ലേ? മാറാൻ പറ്റും. ഇനിയിപ്പോ ഞാനും ചിന്തിക്കട്ടെ. എന്തോ ചിന്തിക്കുന്നേ? ഏത് സ്വഭാവത്തിൽ മുന്നോട്ട് പോകണം. ഏത് സ്വഭാവത്തിൽ മുന്നോട്ട് പോകാൻ വിചാരിച്ചു? ഞാൻ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തും. ഒന്ന് പോയേ. എത്തിയാ മതി. കൊച്ചമ്മ വിളിക്കുന്നു. അമ്മയാ? ഓ, ഇതെപ്പോഴും ലാൻഡ് ചെയ്ത് പോടേ പോടാന്ന് പോടാന്നാ എന്റെ അടുത്ത് പോടാ. പോ. വാ അമ്മ, വാ അമ്മ അങ്ങോട്ട്. ഞാനൊന്നിനും ഇല്ല, പോ. കൊള്ളാം, കാലം പോയ പോക്കേ. കൊച്ചമ്മണി ഇനി വന്നേ, പറയട്ടെ. അതെ, ഞാനിതെല്ലാം നോക്കി. ബാങ്കില് ഞാൻ സംസാരിക്കുകയും ചെയ്തു. കൊച്ചമ്മണിയുടെ കാര്യം. അയ്യോ, കാര്യം പറയട്ടെ. അതിന് മുമ്പേ കരയാതെ ഇങ്ങനെ വിഷമിച്ചാലേ എങ്ങനെയാ? ദേണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞ് ഏർപ്പെടാതിരിക്കുന്നത് എങ്ങനെയാന്ന് ഞാനൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. കൊച്ചമ്മണിയുടെ പൈസ ഒന്നും നഷ്ടപ്പെടത്തില്ല. ഇനി അങ്ങോട്ട് പലിശ കിട്ടുമെന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഉറപ്പൊന്നും പറയാൻ. എനിക്ക് പലിശ ഒന്നും വേണ്ട. വേണ്ട, ശരി. അപ്പൊ കൊച്ചമ്മണി കൊടുത്ത 2 ലക്ഷം രൂപ 20,000 രൂപ വെച്ച് 10 തവണകളായിട്ട്, അതായത് 10 ഗഡുക്കളായിട്ട് മാസാമാസം 20,000 രൂപ കൊച്ചമ്മണിയുടെ അക്കൗണ്ടിൽ വരും. അവര് വെറുതെ പറയണേണ്, എന്നോട് ഇത് തന്നെ അവര് പറഞ്ഞിട്ടുണ്ട്. കൊച്ചമ്മണിയോട് പറയുന്ന പോലെ അല്ല എന്നോട് പറയുന്നത്. സംശയം ഉണ്ടോ? ഇപ്പൊ നോക്കിക്കോ, 2 മിനിറ്റ് കൊണ്ട് ആ പൈസ വന്നോ നോക്ക്. 2 ലക്ഷം രൂപയും കൊച്ചമ്മണിയുടെ അക്കൗണ്ടിൽ വരും. അക്കാര്യം ഞാൻ ഏറ്റു കേട്ടോ. അത് പറയാനും കൂടാ എനിക്കൊന്ന് കൊച്ചമ്മണിയെ കാണണമെന്ന് പറഞ്ഞത്. പക്ഷെ അപ്പൊ എനിക്ക് ഈ 20,000 രൂപ വെച്ച് മാസം കിട്ടിയാൽ ആ ലോൺ അടക്കാൻ പറ്റൂലല്ലോ. അവിടെ അത് പറയട്ടെ, ആ ലോൺ അടയ്ക്കുന്നതിന്റെയൊക്കെ കാലാവധിയൊക്കെ ഞാൻ നീട്ടി വെപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം അതിനൊന്നും കിടന്ന് ഓടണ്ട കേട്ടോ. അതെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അതൊക്കെ കൊച്ചമ്മണിയോട് പറയും. കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വരും. ഇപ്പൊ കിടന്ന് ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ അങ്ങ് നിർത്ത്. എല്ലാത്തിനും നമുക്കൊരു മനസമാധാനമുള്ള വഴിയുണ്ട്. കൊച്ചമ്മണി ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് പതുക്കെ അടച്ചാൽ മതി ലോണ്. അതുവരെ 20,000 രൂപ മാസം കൃത്യമായിട്ട് കൊച്ചമ്മണിയുടെ അക്കൗണ്ടിൽ വരും. സഹകരണ സംഘം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ശരിയാണ്. വാസ്തവത്തിൽ നാട്ടുകാർക്ക് അതൊക്കെ ഒരു നല്ല കാര്യം തന്നെ. എന്റെ പൊന്നു കൊച്ചമ്മണി ഒന്നുമല്ല, ഞാനിനി എന്റെ ജീവിതത്തിൽ എന്റെ തലോണക്കടിയിൽ വെച്ചേക്കണ പൈസയുടെ അത്രയും ഉറപ്പിന് ഒരു കാശിനും ഇല്ല. അതെ, ഒരു ബാങ്കിലും കൊണ്ടൊന്നും ഞാൻ ഇടൂല. അതല്ല ഞാൻ പറയട്ടെ, എല്ലാരെയും കൂടെ അങ്ങനെ അടച്ചാക്ഷേപിക്കത്തക്ക സംഗതികളൊന്നും അല്ല. കാര്യം കുറെയൊക്കെ ഉപകാരങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇതിന്റെ സംഭവം എന്താണെന്നറിയാം, ഇതിന്റെ ഭരണത്തിരിക്കുന്ന കുറെ തലവന്മാരുണ്ട്. അവരാണ്, ഈ തലതൊട്ടപ്പന്മാരാണ് ഇതിന്റെ എല്ലാ കുഴപ്പങ്ങളും. ഇതിനകത്തുനിന്ന് പൈസ എടുത്ത് സ്വന്തമായിട്ട് അവർ ചെലവാക്കുക, അവരുടെ പോക്കറ്റിലിട്ടുണ്ട് വേരാപ്പാര പോവുക. ഇതിന്റെ എല്ലാം കൂടെ അനുഭവിക്കുന്നത് പാവപ്പെട്ട ഈ ചെറിയ ചെറിയ തുകകൾ കൊണ്ടെടുത്ത പാവപ്പെട്ട ആൾക്കാര്, സാധാരണക്കാര്. സാധാരണക്കാര്. അമ്മയുടെ ഫോൺ മെസ്സേജ് വന്ന് അമ്മയുടെ അക്കൗണ്ടിൽ 20,000 രൂപ വന്ന്. ഞാൻ പറഞ്ഞില്ലേ കൊച്ചമ്മ 2 മിനിറ്റ് പറഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് പൈസയുമാണ്. അപ്പോഴേ നീ ഇപ്പൊ ഈ ആത്മഹത്യ ചെയ്യാനുള്ള സ്ഥലവും സമയമൊന്നും അന്വേഷിക്കണ്ട. കൊച്ചമ്മ ഇപ്പൊ വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേരാ, പിന്നെ കിട്ടൂല. അത് അങ്ങനെയാണല്ലോ, വല്ലപ്പോഴൊരിക്കലല്ലേ ഇങ്ങനെയുള്ള സംഭവം. അത് തരാം. ഈ ചിരി സ്നേഹമൊക്കെ വളരെ അപൂർവമാണ്. അതെ.